ഗൈസ് ഞങ്ങൾ പെട്ടു ഗൈസ്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇന്നലെ രാത്രി. പക്ഷെ ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി രാവിലെ നല്ല 8ൻ്റെ പണി തന്നു. 8ൻ്റെ പണിയെന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ. ചാവി ഇട്ടാൽ വേണ്ടേ ഒന്നുമില്ല, ബാറ്ററി ചത്തെന്ന് തോന്നുന്നു. പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വെൽ പ്ലാൻഡ് ആയിട്ടൊന്നുള്ളൊരു യാത്രയല്ല, നമ്മൾ അങ്ങ് ഇറങ്ങി. നമ്മൾ വീണ്ടും മൂന്നാറിലേക്ക് പോവുകയാണ്. വീണ്ടും മൂന്നാറിലേക്ക് തമ്പനയിൽ ഇട്ടിട്ട് വീണ്ടും മൂന്നാറിലേക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും മൂന്നാറിലേക്ക് ചെറിയൊരു യാത്ര. നമ്മൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മുടെ ഡോറയും കൊണ്ട് ബൈക്കിലായിരുന്നു വന്നത്. ഇപ്രാവശ്യം നമ്മൾ കാറിലാണ്. നമ്മൾ ഒരു കാർ മേടിച്ചായിരുന്നു. അതെ, നമ്മൾ നമ്മുടെ പഴയ കാറല്ല, നമ്മളൊരു ഒരു ഷവർലെറ്റിൻ്റെ സെയിലുണ്ടായിരുന്നു, നമ്മളത് കൊടുത്തു. നമ്മളിപ്പോൾ ഒരു ചെറിയ സ്വിഫ്റ്റ് മേടിച്ചു. പഴയ തന്നെയാണ്, ഒരു 2012 മോഡൽ സ്വിഫ്റ്റ് മേടിച്ചു. ഡീസൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അതിലാണ് യാത്ര. അപ്പോൾ നമ്മുടെ കുട്ടൂസൊക്കെ ബാക്കിൽ കിടന്ന് ഭയങ്കര ഉറക്കമാണ് രണ്ടുപേരും. അതാണ് നിങ്ങൾക്ക് കാണാം, ബാക്കിൽ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അപ്പം അവർ ഒരു ബെഡുണ്ട്, നമ്മൾ ആ ബെഡിൽ തന്നെയാണ് ഉറങ്ങുന്നത്. ആ ബെഡൊക്കെ നിങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടാണ്. അപ്പോൾ ആ ബെഡ് മേടിച്ചതിൻ്റെ യൂസ് ഇതാണ്. ഇതേപോലെ ശല്യമില്ലാതെ അവർ രണ്ടുപേരും നല്ല ഉറങ്ങിക്കൊള്ളും. ആ ഒരു ബെഡ് നമുക്ക് കൊടൈക്കനാൽ യാത്രയിലും ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു ആ ബെഡ്. അപ്പം ഈ യാത്രയിലും അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അത്ര നേരം ഹെഡ്ലൈറ്റ് ഇട്ടാണ് വണ്ടി ഓടിച്ചത്. രാത്രി ഇറങ്ങിയതാണ്, ഹെഡ്ലൈറ്റ് ഓണാണെന്ന് പറഞ്ഞു. ആൾക്കാർ എന്തോ അർജൻറ്റായിട്ട് പോകുമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, എനിവേ അപ്പം നമ്മൾ യാത്ര നടക്കുകയാണ്. അപ്പം നമ്മൾ കാടൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാം, കഴിഞ്ഞ പ്രാവശ്യം പോലെ ഇൻട്രോ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഏതാണ്ട് ഒരു 70-80 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിച്ച്, 80 അതിൽ കൂടുതലും വണ്ടി ഓടിച്ച് 100 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് ഞങ്ങളിങ്ങനെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ആ നഗ്നസത്യം മനസ്സിലാക്കി. ഞങ്ങൾ വേറെ റൂട്ടാണ് പിടിച്ചത്. അപ്പോൾ കാടുണ്ട്, ഇനി പോയാൽ കാടുണ്ട്. പക്ഷെ എങ്കിലും ഇൻട്രോ എടുക്കാമെന്ന് വെച്ചു. ഇൻട്രോ എടുക്കാൻ ഒരു മൂഡ് വന്നപ്പോൾ ഇൻട്രോ എടുത്തു. അപ്പം നമുക്ക് കൂടുതൽ ഇതാക്കണ്ട, നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം, കാഴ്ചകളിലേക്ക് പോകാം. അപ്പം നിങ്ങൾ കാഴ്ചകൾ കാണാം. നമ്മൾ ഈ പ്രശസ്തമായ പാലത്തിൽ കൂടെ പോവുകയാണ്. ഈ പാലത്തിൻ്റെ പേരറിയുന്നുണ്ട്, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഇതിൽ കൂടെ പോവുകയാണ്. മൂന്നാറിലേക്കുള്ള എൻട്രി ആകണം. ഇനി ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ ആണ് മൂന്നാറുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അവിടെയും കൂടെ ഒന്ന് കയറി കാണണം. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളച്ചാട്ടം. ഇതുപോലെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ സ്ഥലത്തിന്റെ പേരെന്താണ്, വളഞ്ഞങ്ങാനം. അവിടെ ഒരു ഇതേപോലെ ഒരു വെള്ളച്ചാട്ടം കാണാന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ചാട്ടം പോയിട്ട് വെള്ളമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു. നമ്മൾ മൂന്നാറിലേക്ക് ഒരു സെക്കൻഡ് സ്റ്റെപ്പാണ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പാലം കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് ഇത്. ഇവിടെ വന്യജീവി, കേരള വന്യജീവി വകുപ്പിന്റെ ബോർഡൊക്കെ ഉണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. ആനയൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ സെക്കൻഡ് ഇതെന്ന് പറയുന്നുണ്ട് ഈ ഒരു ഇതാണ്, എന്തോ പറയും ഇതിന്. അപ്പം ഇത് സേതുലക്ഷ്മി തമ്മിലായിട്ട് ഉണ്ടാക്കി അവർ ഈ ഹൈ റേഞ്ചിലേക്കുള്ള റോഡ് ഉണ്ടാക്കിയതിൻ്റെയാണ്. ഇത് തുലാം 1103 ME. ഏത് വർഷം വന്നത്? മീനം 1106 ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ നമ്മുടെ ഇംഗ്ലീഷിൽ ഇതൊക്കെ ഏത് വർഷമാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം നമ്മൾ മൂന്നാർ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റൂട്ട് അങ്ങോട്ടായിരുന്നു, അതായത് വട്ടവട ഹിൽ ടോപ്പ് സ്റ്റേഷൻ. അതെ, അതെല്ലാം പിടിച്ചു പോയോണ്ട് ഇപ്രാവശ്യം നമ്മുടെ റൂട്ട് ഇങ്ങോട്ടാക്കി. പൂപ്പാറ വഴി നമുക്ക് വേണമെങ്കിൽ തേക്കടി അങ്ങനെയൊക്കെ പോകാൻ കഴിയും. അതെ, തേക്കടി വഴി അങ്ങനെ പോകാം. ഒരു സൈഡിൽ കൂടെ തമിഴ്നാട്, ഒരു സൈഡ് കേരളമാണ്. അതെ, പൂപ്പാറ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. പോയി നോക്കട്ടെ കാഴ്ചകളൊക്കെ ഉണ്ടാകും. അതെ, എന്താ കാഴ്ച. ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. ഹലോ, ഹൈ ഹൈ ഹൈ. ഇതിലെ പരിപാടി ഇത് പൂച്ചക്കുട്ടിയല്ല, പട്ടിക്കുട്ടിയാണ്. ഇഞ്ചൂടാ ചെയ്യുന്നത് എടാ. ഭയങ്കര വെയിലൊക്കെ കൊണ്ട് സൈഡിൽ ആ തണൽ കിട്ടുന്നത് നോക്കി കിടക്കട്ടെ. പക്ഷേ ഇവിടുത്തെ പട്ടിക്കുട്ടികൾക്കൊക്കെ ഭയങ്കര വീട്ടിൽ കൊണ്ടുപോകണം. ആര്? അപ്പോൾ അതിൻ്റെ വാപ്പ ഉമ്മ എന്ത് ചെയ്യും അതിനെ കാണാതെ? ഒറ്റയ്ക്ക് കിടക്കും. പൂച്ചയാ? ഇതിൻ്റെ വാപ്പായും ഉമ്മ എന്ത് ചെയ്യുന്നു? നമ്മളിതിനെ കൊണ്ടുപോയാ ഇതെല്ലാം ഊത്തിട്ടിങ്ങളാ? ആ, ഇതെന്താ
ലെമൺ സോഡ. ഇത് ലെമൺ സോഡ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇതെങ്ങനെയുണ്ടോ നോക്കട്ടെ, പൊട്ടിച്ച് കുടിച്ചു നോക്കൂ. ഞാൻ തന്നെ വലിയ പ്രതീക്ഷയൊന്നുമില്ല എനിക്ക്. ഉപ്പിട്ടത് അവക്കോട. റൈഡേഴ്സ് നമ്മൾ ഇന്നിങ്ങനെ റൈഡേഴ്സായിട്ട് വരേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. സാഹചര്യം നമുക്കെതിരെയായിട്ട് നടന്നില്ല. റൈഡർ കണ്ണാപ്പികളായിട്ടില്ലെങ്കിൽ ഞങ്ങൾ വന്നാണ്, ഇവരില്ലാതെ ഞങ്ങൾ വന്നാണ്. പക്ഷെ എന്താ ഭംഗിയില്ലേ ഇതൊക്കെ. നമ്മൾ കാണുമ്പോൾ അടുത്തെന്നെങ്കിൽ അത്യാവശ്യം ലോങ് ആണ് കേട്ടോ. ഒരു ഇങ്ങനെ സെക്ഷനായിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ആൾക്കാരുണ്ട്, അവർക്ക് ആളുകളുണ്ട്. ഇത് എവിടെയാണെന്ന് പറഞ്ഞൂടാ. ഇത് പൂപ്പാറ പോകുന്ന റൂട്ടാണ്. പക്ഷെ എവിടെയെന്ന് അറിഞ്ഞൂടാ. ഞാനൊരു ബന്ധുത്തി തന്നെ. അതിന് ഒരു ഇത് വേണം, ഒരു കഴിവ് വേണം. അത് അംഗീകരിക്കാൻ, മനസ്സിലായില്ലേ? സ്വന്തമായി അംഗീകരിക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റൂല, മനസ്സിലായി? ഓരോ കാഴ്ചകളും കാണുമ്പോൾ എന്താ ചെയ്യുക, എങ്ങനെ നിർത്താതിരിക്കും? നിങ്ങളെ കാണിക്കാതെ എങ്ങനെ പോകും നമ്മളില്ലേ? അങ്ങനത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഓരോ കാഴ്ചകൾ നോക്കി. അവിടെ ഡാമാണെന്ന് തോന്നുന്നത്. എന്തോ ആണ്, ഇതാണെന്ന് അറിയത്തില്ല. പക്ഷെ നല്ല വെള്ളമാണ്. കുഴപ്പമില്ല, കണ്ണ് കാണത്തില്ല. കണ്ണാടി അല്ലേ ദാമുണ്ടാ? കണ്ണാടി വെച്ച് എന്തോ കണ്ടോ? ഡാമാണോന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പറയത്തില്ല. പക്ഷെ അവർക്ക് എന്തും പറയാം, കാരണം നമുക്ക് ലൈസൻസ് ഉണ്ട്. മഞ്ഞക്കാടുള്ളതുകൊണ്ട് എന്തും പറയണ്ട. മഞ്ഞയുടെ അടിയിലാണ് നിൽക്കുന്നുണ്ടോ? മഞ്ഞക്കാടുള്ളവർ അല്ലേ? ഇവക്കും മഞ്ഞുണ്ടോ? ഇവളും മഞ്ഞയുടെ ആളാണ്. കൊച്ചിനെ കാണിച്ചു അങ്ങോട്ട് വെള്ളം കണ്ടാ? അവനാണ് ഇത്രയും വലിയ വെള്ളം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ തോണ്ട് അവിടെ ഒരു ചെറിയ ഒരു കുഞ്ഞു തോണ്ടുണ്ട്, അവിടെ ഒരു കുഞ്ഞു വെള്ളം. അവൻ അതാണ് കാണുന്നത്. നല്ല തണുപ്പല്ലേ? കാറ്റിന് നല്ല തണുപ്പ്. എല്ലാം കോട്ടേജുകളാണെന്നുള്ളതാണ് വിശ്വാസം. ഭംഗിയില്ലേ? ഭംഗിയല്ലേ? ഭീമന്റെ അത് ആ തർക്കം അവിടെ നിൽക്കട്ടെ. നമ്മള് സാധാരണക്കാര് ഭംഗി എന്ന് പറയും. നമ്മളെ നേരത്തെ മേലെന്ന് കണ്ട ആ ഒരു വ്യൂ പോയിന്റ് ആണ്. അതിന്റെ താഴെയുള്ള ഭാഗമാണ്. താഴെ എന്ന് പറഞ്ഞാൽ ഇനിയൊരു താഴേക്ക് പോകാനുണ്ട്. ഇനി വഴി അവിടുന്നോ മറ്റോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല, അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വ്യൂ പോയിന്റ് എന്ന്. പക്ഷെ നമ്മൾ വന്നൊരു സമയം ഇങ്ങനെയാണ്. അവിടെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ലോങ്ങ് നമുക്ക് കാണാം. പശു എന്തോ ഉണ്ട് വെള്ളത്തിൽ. ഓക്കെ, എന്തൊക്കെയോ വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതാണ് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇത്. നമ്മള് പൂപ്പാറയിൽ പോയപ്പോൾ അവിടെ കാര്യമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞാൽ ഈ ഉച്ച സമയമുണ്ട്. അവിടെ മഞ്ഞൊന്നും ഇറങ്ങിയിട്ടില്ല. അവിടെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഈ തേയിലത്തോട്ടമാണ്, ടീ പ്ലാന്റേഷൻ ആണ്. അപ്പൊ നമുക്ക് അവിടെ അത്ര കാഴ്ചക്ക് റൂട്ടിലുള്ള വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഡാമില്ലേ, അതിന്റെ മുകളിൽ നിന്ന് കാണിച്ച അതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. എന്തോ ആന ഇറങ്ങാൻ ഡാം, ആനച്ചാൽ ഡാം, അങ്ങനെ എന്തോ ഒരു പേരാണ്. എന്തായാലും ആനയും ഉണ്ട് ഡാമും ഉണ്ട്. അതിന്റെ ഇടയിലുള്ളത് നിങ്ങൾ പൂരിപ്പിച്ചിരുന്നാൽ മതി. ആന ഡാം. അപ്പൊ അങ്ങോട്ട് പോയിട്ട് ഇതുവരെ വന്നതല്ലെങ്കിൽ വേസ്റ്റ് ആവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പൂപ്പാറയിന്ന് കുറച്ച് പോയിട്ട് തിരിച്ചു എല്ലാം തെറ്റി. ഇതൊന്ന് പൂപ്പാറയിന്ന് ഞങ്ങള് തിരിച്ചു വന്നപ്പോഴത്തേന് അന്യായമായ ഭംഗിയാണ് ഇവിടെ. നല്ല വ്യൂ ആണ്, നല്ല രസമാണ്. ഇതിപ്പോ ഡാമിലോട്ട് പോകാനുള്ള ഒരു ചെറിയൊരു വഴിയാണ്. നമ്മള് ആ വഴിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്ന്. നമ്മള് മൂന്നാർ പൂപ്പാറ റോട്ടില് മൂന്നാർ പൂപ്പാറ റോട്ടിൽ 1 കിലോമീറ്റർ ആണ്. പൂപ്പാറ റോഡ് പോകണ്ട. മൂന്നാറിൽ നിന്ന് പൂപ്പാറ റോഡ് പോകുമ്പോഴത്തേക്കിന് അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കേട്ടോ, കുറച്ച് വരുമ്പോഴത്തേനും അവിടെ നിന്ന് ലെഫ്റ്റ് 1 കിലോമീറ്റർ. നമ്മളവിടെ ചെക്ക് പോസ്റ്റിൽ വണ്ടിയൊക്കെ വെച്ചിട്ട് പോവുകയാണ്. ഇതാണ് അതിൻ്റെ ചെക്ക് പോസ്റ്റ്. അത്യാവശ്യം നല്ല സഹകരണമൊക്കെ ഉള്ള ആളുകളാണ് കേട്ടോ അവിടെ ചെക്ക് പോസ്റ്റിലൊക്കെ.
തലവലി താങ്ക മുടിയലേ. അപ്പോഴാണ് മോണെ ലോങ്ങിലുണ്ടോ ഈ ഡാമിൻ്റെ ഇപ്പം തന്നെ ജലദോഷമൊക്കെ ആയി വന്നിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. ആ ഡാമിൻ്റെ അപ്പുറ ഭാഗത്ത് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. അത് ബോട്ട് KSBയുടെ എന്തോ അവരിതിന് ഇൻസ്പെക്ഷനൊക്കെ പോകുന്നു. KSBയുടെ ആണിത്. KSB അപ്പോഴേ KSBയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവരുടെ ബോട്ടിങ് പരിപാടി എന്തൊക്കെയോ ഉണ്ടാവും. ഒരു ബോട്ടാണ് അതിൻ്റെ അടിയിൽ എന്തോ. പക്ഷെ എൻ്റെ അപ്പുറ സൈഡ് ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ട് കാണാൻ അല്ലേ. ഭയങ്കര തണുപ്പ്. താങ്കൂട്ടൻ്റെ അടുത്ത് ചിരിക്കാൻ പറഞ്ഞാൽ താങ്കൂട്ടൻ ചിരിക്കുന്നൊരു ചിരിയുണ്ട്. താങ്കൂട്ടാ ചിരിച്ചേ. താങ്കൂട്ട ഇങ്ങനെയാണ് ചിരിക്കുന്നത്. അപ്പോൾ ഡാമിൻ്റെ പേരിൻ്റെ കാര്യത്തിൽ തീരുമാനം ആനയിറങ്ങൽ ഡാം എന്നായിരിക്കും അല്ലേ. ആനയിറങ്ങൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ആനയിറങ്ങൽ, ഇംഗ്ലീഷ് ആനയിറങ്ങൽ എന്നൊക്കെ വാട്ടവർട്ടീസ് അതുകൊണ്ട് വെള്ളം അതുവഴി ഇങ്ങനെ പോകുന്നത്. അവിടെ പോകാൻ പറ്റുമോ കേട്ടോ. ഇവിടുന്ന് അകത്തോട്ട് എന്തോ പോകാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഈ ഡാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. ഹൈഡൽ പ്രൊജക്ട് ആനയിറക്കൽ ഡാം കമ്മീഷൻഡ് ബൈ ശ്രീ യു ചന്തു നായർ, ചെയർമാൻ KSB ബോർഡ് ഓൺ 26 ജനുവരി 1967, 18ാമത് റിപ്പബ്ലിക് ഡേ ഓഫ് ഇന്ത്യൻ യൂണിയൻ. അപ്പോൾ എത്ര വർഷം പഴക്കമല്ലേ ഇതിന്. ഡാമിലത്തെ വ്യൂസൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ പോകാനുള്ള പരിപാടിയാണ്. വീട്ടിലെ റൂം തപ്പണം, അത് വേറെ വിഷയം. അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഏകദേശം സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5 മണിയാണ്. 5 മണിക്ക് മൂന്നാറിലൊരു കാഴ്ചയാണത്. വേലാണെങ്കിൽ പോലും നമുക്ക് ദൂരെ നോക്കിയറിയാം മഞ്ഞിങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ടോ. വീട്ടിലിരുന്നാൽ ഇതൊന്നും കാണാൻ കഴിയില്ല. പെട്ടെന്ന് മൂന്നാറിലോട്ട് വിട്ടോളി. ഞങ്ങൾ ഡാം ഉണ്ടല്ലേ, നമ്മൾ അവിടെ നിന്ന് കണ്ട ഡാമാണ്. ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കിന് സൂര്യനെല്ലിയിൽ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്. സൂര്യനെല്ലിയിൽ നല്ല സ്റ്റേ കിട്ടും എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ അന്വേഷിച്ചു, ചായയൊക്കെ കുടിക്കുന്ന സ്ഥലങ്ങളിലെ അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ടെന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. പിന്നെ സൂര്യനെല്ലിയിൽ അത്യാവശ്യം വ്യൂ ഉണ്ട്, നല്ല സ്ഥലമാണ്. അപ്പോൾ സിറ്റിയിലോട്ട് നമ്മൾ പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഹോം സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ ഒരു ഹോം സ്റ്റേ ഒപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വഴി കുറച്ച് മോശമാണ്. അവര് പറഞ്ഞു ഏതാണ്ട് 1 കിലോമീറ്ററോളം മോശമാണ്. അത് 4 കിലോമീറ്റർ ഉണ്ട് മെയിൻ റോഡിൽ. കാരണം നമ്മള് മൂന്നാറിന്ന് ചിന്നക്കനാല് എത്തുന്നതിന് മുന്നേ ലെഫ്റ്റാണ്. നമ്മൾ മൂന്നാറ് ചിന്നക്കനാല് എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് കയറി അവിടെ നിന്ന് 4 കിലോമീറ്റർ വന്നാലും നമുക്ക് സൂര്യനെല്ലിയിൽ വരാൻ പറ്റും. ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത സ്റ്റേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് പറയാം. ഗൈസ്, ഞങ്ങൾ പെട്ടു ഗൈസ്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇന്നലെ രാത്രി. പക്ഷെ ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി രാവിലെ നല്ല 8ൻ്റെ പണി തന്നു. 8ൻ്റെ പണിയെന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ. ചാവി ഇട്ടാൽ വേണ്ടേ ഒന്നുമില്ല, ബാറ്ററി ചത്തെന്ന് തോന്നുന്നു. രാവിലത്തെ വ്യൂ ഒക്കെ കാണാൻ അങ്ങോട്ട് പോകണം എന്നൊക്കെ വെച്ച് അന്യായ പ്ലാനിൽ കണ്ട് എല്ലാവരും രാവിലെ റെഡിയായി നല്ല സെറ്റായിട്ട് വണ്ടിയിലൊക്കെ കയറി ഇരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ പെട്ടു ഗൈസ്, പെട്ടു. നോക്കാം അടുത്ത എന്താ വഴിയുള്ളതെന്ന്. രാവിലെ 6 മണിക്കുള്ള അവസ്ഥ. 6 മണിയാണ്, എത്ര മണി? 6:40, 6:45. വളരെ തണുപ്പ് കുറവാണ്. ജാക്കറ്റ് എടുത്തുകൊണ്ട് വാ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ മൂന്നാറത്തെ തണുപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞവർ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആളുകളാണ് നിന്ന് അവിടെ കിടുങ്ങി വിറയ്ക്കുന്നത്, അനങ്ങാൻ പോലും പറ്റാതെ. മൂത്തവർ പറയും മുതുനെല്ലിക്ക എന്നൊക്കെ എന്തോ പഴഞ്ചൊല്ലുണ്ട്. അതാണ് നമ്മൾ രാവിലെ ഇന്നലെയൊക്കെ കണ്ട ഡാം. എവിടെ വരണോ? എവിടെ? അങ്ങോട്ടൊന്നും പോകില്ല, അവർ പിടിച്ചാൽ കെട്ടിയിടും. വാ കണ്ട മലകൾക്കിടയിൽ കൂടെയുള്ള ആ സൂര്യന്റെ ഉദയമാണ് നിങ്ങൾ കാണുന്നത്. അതവിടെ ഇതാണ് ഒരു 7 മണിക്കുള്ള സൂര്യനെല്ലി വ്യൂ. കോടയൊന്നുമില്ല ഇവിടെ, പക്ഷേ അന്യായ തണുപ്പാണ്. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ
അന്യായം. നമ്മളെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇനി മെക്കാനിക്ക് തൊട്ടപ്പുറത്ത് ആ ഭാഗത്തൊരു മെക്കാനിക്കൽ ഇതുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി റെഡിയായി കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഇവിടുത്തെ വ്യൂ, നമ്മുടെ ഹോം സ്റ്റേ എന്നുള്ള വ്യൂ ഇതാണ്. നമ്മൾ ഇത്രയും ഇതിൻ്റെ താഴെ ഒരു സെറ്റ് ഇനി അതിൻ്റെ താഴെ ഒന്നുണ്ട്. ഇവരിവിടെ ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇതൊന്നും ഇതല്ല, ഫ്ലോറല്ല, ഇത് ബോർഡാണ്. ബോർഡിലാണ് ഫ്ലോറൊക്കെ ചെയ്തേക്കുന്നത്. അതൊക്കെ മേലോട്ടൊക്കെ പോകുമ്പോൾ കിളുങ്ങുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അതല്ലേ ഓക്കെ. അപ്പം നമ്മളെ ഇതാണ്ട് ഈ അണ്ണ ഇവിടുത്തെ ഒരു ലോക്കൽ മെക്കാനിക്കാണ് നമ്മളെ സൂര്യനെല്ലിയിൽ. അപ്പോൾ സംഭവം നമ്മൾ രാവിലെ ഫുള്ള് പണിഞ്ഞ് ഒരു രക്ഷയില്ലായിരുന്നു. കുറേ നേരം ചാവി ഇട്ടൊക്കെ നോക്കി. പക്ഷെ അണ്ണൻ ജസ്റ്റ് ബോണറ്റ് തുറന്ന് അവരുടെ ഒരു കൈ ജസ്റ്റ് ബാറ്ററിയൊക്കെ ഒന്ന് ഇതാക്കിയപ്പോൾ ചാവി ഇട്ടപ്പോൾ വണ്ടി സ്റ്റാർട്ടായി അല്ലേ. ഇനി പുള്ളി പറഞ്ഞു ഇനി എന്തായാലും ആ സാധനത്തിൻ്റെ പേരെന്താണ് ബാറ്ററി കണക്ട് അത് ഫുള്ള് ടൈറ്റൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞേക്കാണ്. ആൺകുട്ടൻ അതിൻ്റെ മണ്ടയിൽ നിന്ന് നോക്കുകയാണ്. അത് അവിടെ നിന്നാണ് ധീമയ്ക്ക് സന്തോഷമായി. ധീമ രാവിലത്തെ ഒരു ഭയങ്കര വിഷമത്തിലായിരുന്നു ഇത് പോയി എന്നുള്ള. പക്ഷെ എനിക്ക് ഈ ബുദ്ധി തോന്നിയില്ല. രാവിലെ ഫുൾ ടെൻഷനിലായിപ്പോയി. ഞാൻ വിചാരിച്ചു ബാറ്ററി ഡൗൺ ആയിപ്പോയി കാണും എന്നുള്ളൊരു ചിന്തയായിപ്പോയി എനിക്ക്. കാരണം ട്രിന്ന് ശബ്ദമൊക്കെ കേട്ടങ്ങ് നിന്നു. ഞാൻ അത്യാവശ്യം അല്ലറ ചില്ലറ വർക്കൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇന്ന് എന്തോ നമ്മൾ ടൈറ്റായി. താങ്ക് യു. അണ്ണ വർക്ക്ഷോപ്പ് തുറന്നില്ല. കാരണം 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. കാരണം പിന്നെ അണ്ണ ഞാൻ നടക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവൻ ഹെൽപ്പ് ചെയ്തു. താങ്ക് യു. ഇപ്പം എന്തായാലും വണ്ടി സ്റ്റാർട്ടായി, രക്ഷപ്പെട്ട്. നമുക്ക് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് പോവാം. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി രാവിലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൂന്നാറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത് സൂര്യനെല്ലി നിന്ന് രാവിലെ അറിയാലോ വണ്ടി 16 നല്ല അന്യായ പണി. പക്ഷെ സത്യത്തിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് ഒരു കേബിൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ആ ബാറ്ററി ഹെഡിലോട്ട് വരുന്ന കണക്ഷൻ ആ ടെർമിനൽ ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്തതേ ഉള്ളൂ പുള്ളി. പക്ഷെ റെഡിയായി. എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞത് ചെയ്യണമെന്ന്. പക്ഷെ എന്തോ നമ്മുടെ ഒരു നിമിഷം വേണ്ട എന്തിന് അത് ശരിയാവൂലായിരിക്കും. കാരണം ഞാൻ എന്താ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിന് ക്രാങ്ക് ചെയ്തപ്പോഴത്തേക്കിന് ഫുള്ള് വണ്ടിക്കകത്ത് എന്തൊക്കെയോ ശബ്ദം കേട്ടങ്ങ് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെന്തായിരുന്നു പറഞ്ഞാൽ ഓക്കെ ഇത് ബാറ്ററി ഫുള്ള് ഡെഡായി. ഡെഡ് ആയതുകൊണ്ട് തന്നെ ഇനി ചിലപ്പോൾ ഇനി ജമ്പ് ചെയ്താൽ എടുക്കാൻ പാടായിരിക്കും. ഇനി കൊണ്ടുപോയി ചിലപ്പോൾ ഒന്ന് ചാർജ് ചെയ്യേണ്ടി വരും എന്നൊക്കെയായിരുന്നു. കാരണം അത്ര തണുപ്പായിരുന്നു രാവിലെ. വണ്ടിയിൽ നമ്മൾ വണ്ടിയുടെ ഇതിലൊന്ന് ഡോർ ഹാൻഡിൽ പോലും നമുക്ക് പിടിക്കാൻ പറ്റാത്ത വണ്ടി ഫ്രീസായിരുന്നു വണ്ടി. ഇവരുടെ ബെഡൊക്കെ തണുപ്പ് കാരണം അതിൻ്റെ എയർ പോയി. അത്ര തണുപ്പാണ്, അന്യായ തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. കാരണം പക്ഷെ കോട ഉണ്ടോന്ന് വെച്ചാൽ കോടയില്ല. കോട നമുക്ക് വളരെ നോർമലാണ്. ഇവിടെ നമ്മളിവിടുന്ന് ഒരു കോടയേ ഇല്ല. നമ്മൾ ഈ ഒരു തണുപ്പിന് കോടയെന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ കാണാൻ പറ്റാതെ. കാരണം നമ്മൾ മൂന്നാറിലാണെങ്കിൽ അറിയാലോ, കൊടൈക്കനാലിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈകുന്നേര സമയമായാലും രാവിലെ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കോട കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവലുണ്ട്. ഇത് അതൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് തണുപ്പ്, അന്യായ തണുപ്പ്. നമ്മള് ഫ്രിഡ്ജ് തുറന്നാൽ ഇത്രയും തണുപ്പില്ല, അങ്ങനത്തെ തണുപ്പ്. അതെ, നമ്മള് ഇന്നലെ ഫുള്ള് ഈ ഒരു ഏരിയയിലായിരുന്നു നമ്മുടെ കറക്കം ഫുള്ള്. മലയിലൊക്കെ സാധാരണ ഇതിൽ നമ്മള് ഈ ഒരു തണുപ്പിന് അവിടെയൊക്കെ നമുക്ക് ആ മല കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കോട ഉണ്ടാവണം. സത്യം പറഞ്ഞാൽ നമ്മള് ന്യൂസ് ഒക്കെ കണ്ടിട്ടാണ് വന്നത്. മറ്റേ എത്ര ഡിഗ്രി ഒക്കെ ആയി. പക്ഷെ തണുപ്പുണ്ട് കേട്ടോ, തണുപ്പുണ്ട്. മഞ്ഞ് വീഴുന്ന്, തണുപ്പിന് കുറവൊന്നുമില്ല. തണുപ്പന്യായം. അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി ഫുള്ള് കട്ടർ റോഡാണ്. ഈ കട്ടറൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാം. കൂടുതലൊന്നും കാണിക്കുന്നില്ല, നല്ല നല്ല ഡെസ്റ്റിനേഷൻ നോക്കി പോവാ. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ്. നമ്മള് പെരിയ കനാൽ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. വെള്ളമില്ല, ആൾക്കാർക്കൊരു മനസ്സിന് വിഷമം വരരുതെന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. നമ്മുടെ മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ വന്നേക്കുന്ന സമയം ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ, പ്രകൃതിയുടെ മിസ്റ്റേക്ക് അല്ലത്. അപ്പൊ നമ്മള് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്.
ഇതാണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന വ്യൂ പോയിന്റ്. പഴയ ബൈക്ക് കൊണ്ടൊക്കെ ഇല്ലേ, വിന്റേജ് റൈഡ്. ഒരു മല മാത്രം പൊങ്ങി നിൽക്കുന്നു, ഒറ്റയ്ക്ക് നിൽക്കുന്നു. എത്ര മലയാണെന്നുണ്ടോ? 1 2 3 4 5. എൻ്റെ മോനെ, അത് നിനക്ക് മനസ്സിലായത്? ശ്രദ്ധിച്ചു നോക്ക്, എത്ര മലയാന്ന് ശ്രദ്ധിച്ചു നോക്ക്. 1 2 1 2 3 4 5 6 7 8 9 10 11 മലയുണ്ടത്. അതാണ് ആ ചേട്ടൻ പറഞ്ഞത് നമ്മൾ 11 മല. ഓക്കെ ഗൈസ്, ഇത് 11 മലയാണ്. 11 മല നമുക്ക് ഇവിടെ നിന്നോട്ട് 11 മലയും കാണാൻ കഴിയും. ഇത് സത്യത്തിൽ ആദ്യമൊക്കെ എന്തോ കാർമേഘം അങ്ങനെ എന്തോ ആണ് ചിന്തിച്ചത് ഞാൻ. അത് ലോങ് കണ്ടപ്പോ, പക്ഷെ ഇത് 11 മലയാണ്, 11 ലെയർ. കോഫി കുടിച്ച കടയിലെ ചേട്ടൻ പറഞ്ഞായിരുന്നു. അതെ, 11 മല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇതാണെന്ന് മനസ്സിലാക്കാതെ വെറുതെ ഇറങ്ങണ്ടെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഇറങ്ങാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇറങ്ങി. അങ്ങനെ മൂന്നാർ ജംഗ്ഷനിൽ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലത്ത് പോകണം. അതിന് മുന്നേ നമ്മുടെ റിപ്പിൾ ടീയുടെ അവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വീട്ടിലേക്ക് മേടിക്കാമല്ലോ. ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. നമ്മൾ ഈ ഒരെണ്ണം എടുത്തു. ഇതൊരു കോംബോ ഐറ്റമാണ്. ഇതിലൊരെണ്ണം എടുത്ത്, പിന്നെ മസാലാസ്, കുറച്ച് ഫ്രഷ് മസാലാസ് ഇതെടുത്തു. പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലും ചോക്ലേറ്റ്സ് പിള്ളേർക്ക്. മൂന്നാറിലെ ഏകദേശം സ്ഥലങ്ങളൊക്കെ കണ്ട് കുറയുന്നത് നിങ്ങളെ കാണിച്ചില്ല. എന്തിനാണില്ലേ വെറുപ്പിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് കാണിച്ചില്ല. ഇതിപ്പോ നമ്മള് ആട്ടിക്കാട് വാട്ടർഫോൾസിൽ വരുന്നതൊക്കെയാണ്. ഏകദേശം ഒരു ലാസ്റ്റ് ഏരിയ ആയിട്ടാണ് മൂന്നാറിലെ. ഇതിന്റെ ഇടയിൽ നമ്മൾ പഴയ പോയ സ്ഥലങ്ങളിലൊക്കെ ഒന്നുകൂടെ പോയായിരുന്നു. ടോപ്പ് സ്റ്റേഷൻ പോയായിരുന്നു. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നില്ല, ഇത് വെള്ളച്ചാട്ടം ഡാം, കുണ്ടല ഡാം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി. പോയതിന് കിടിലൻ വ്യൂ ഇവിടെയാണ് കേട്ടോ. അതെ അതെ, മഴ സമയത്ത് അടിപൊളിയായിരിക്കും. ഇപ്പൊ വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊന്നുമില്ല വലുതായിട്ട്. എങ്കിലും നമുക്ക് ഈ ഒരു വഴിയും കാര്യങ്ങളൊക്കെ അന്യായ ഭംഗിയാട്ടോ. ഇത് നിങ്ങൾ നല്ല സീസണുള്ള സമയത്ത് പറ്റുമെങ്കിൽ വരിക, വന്നിതൊക്കെ കാണുക. അന്യായ ലുക്കായിരിക്കും ഇത്. റൂംസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവിടെ റൂംസ് ഉണ്ട് കേട്ടോ. എക്സ്പെൻസീവ് ആവാനാണ് ചാൻസ്. പിന്നെ ഹോം സ്റ്റേ ഒക്കെ ആണെങ്കിൽ കുറച്ച് നമുക്ക് ചീപ്പായിട്ട് കിട്ടും. അതെ, കൊള്ളാം. മൂന്നാറിന് എത്ര കിലോമീറ്റർ? ഇവിടെ 4 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളു. 6-7 കിലോമീറ്ററിന്റെ അകത്ത് ടോട്ടൽ. 7 കിലോമീറ്ററിന്റെ അകത്ത്. അതെ, കൊഞ്ചം വഴി വിടും കണ്ട. അങ്ങനെ നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിലോട്ട് എത്താനായി. പക്ഷെ വെള്ളച്ചാട്ടം മുകളിൽ നിന്നപ്പോൾ കണ്ടു, താഴെ കണ്ടില്ല. അടിപൊളി വ്യൂ ആണ്. താഴ്ഭാഗം കണ്ടല്ലേ, കറങ്ങി 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 ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഫുള്ള് വളവുകളാണ്. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. വെള്ളച്ചാട്ടത്തിൽ ഒരുപാട് വെള്ളം ഉള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങി പെട്ടെന്ന് വെള്ളച്ചാട്ടം കണ്ടുപിടിക്കാൻ പറ്റി. കുറച്ച് ബുദ്ധിമുട്ടി. ഇത് വെള്ളച്ചാട്ടം ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ സത്യത്തിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ പോയിട്ട് തിരിച്ചറിയാം. അതെ അതെ, ഈ വെള്ളച്ചാട്ടം നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഈ വലത് സൈഡിൽ കാണുന്നതാണ് ഗൈസ് വെള്ളച്ചാട്ടം. കാണിച്ചു കൊടുത്ത എല്ലാവർക്കും വെള്ളച്ചാട്ടം. ഇവര് നമ്മളെ പറ്റിക്കുകയാണ്. ഇത് പക്ഷേ മഴ സമയത്തൊക്കെ വന്നാൽ അന്യായ വ്യൂ ആയിരിക്കും. ഇപ്പോഴത്തെ കാര്യം നോക്കണ്ട. ഇവിടെ ഇതൊക്കെ വെള്ളം പോകുന്ന സ്ഥലങ്ങളാണ്. അതെ, വരണ്ട് പറ്റി കിടക്കുന്നു. ആരൊക്കെ തുണി വെള്ളത്തിലൊന്നും ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മൊത്തം കെട്ടി മറിച്ച് വെച്ചേക്കാണ്. ആർക്കും എന്നാലും ഇറങ്ങുന്നവരുണ്ടല്ലോ, മറ്റേ ഗുണ കേവിലെ കാര്യം പറഞ്ഞാണെങ്കിലല്ലേ. അങ്ങനെ വന്ന പോലെ ഞങ്ങൾ തിരിച്ചു പോകണം എന്തായാലും. പക്ഷെ ഇവിടുത്തെ ഒരു ലൊക്കേഷൻ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലങ്ങളാണ്. കാരണം കാറും കൊണ്ട് വരുന്നവർ ശ്രദ്ധിക്കുക. നല്ല സമയത്ത് മാത്രം വരിക. കാറും കൊണ്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർ ഇനി താഴെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. മേലെ എവിടെയെങ്കിലും ലാസ്റ്റ് ഫൈനലായിട്ട് ഏതെങ്കിലും ഒരു പ്ലേസ് നമ്മൾ കണ്ട അവിടെ ഒതുക്കാൻ ശ്രമിക്കുക. കാരണം ഈ താഴെ പാലത്തിന്റെ അപ്പുറത്തോ പോയി കഴിഞ്ഞാൽ തിരിക്കണമെങ്കിൽ നല്ല അത്യാവശ്യം ബുദ്ധിമുട്ടും, നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. കാരണം സ്ഥലമില്ല, അതാണ് സത്യം. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഒരു വണ്ടി വന്നാൽ തന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. നല്ല ക്ലൈമറ്റ് നോക്കി വരിക ഇവിടെ ഈ വാട്ടർഫോൾസ് കയറണമെങ്കിൽ. അതെ, ഒരു ബൈക്ക് തന്നെ കയറി പോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ അവരെ കയറ്റി വിട്ടായിരുന്നു. നമുക്ക് എന്തായാലും നല്ല സ്പീഡിൽ പോകാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. മഴയൊക്കെ ഉള്ളപ്പോൾ ഈ നല്ല പച്ചപ്പായിരിക്കും ഇതൊക്കെ കാണാൻ.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മഴയുള്ള സമയത്ത് തീർച്ചയായും ഇവിടെ വരിക. പക്ഷേ കണ്ടില്ലേ, ആ മലനിരകളിൽ കൂടെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഇത് വാഗമണ്ണാണ്. അപ്പോൾ വാഗമണ്ണിലെ കാഴ്ചകളാണ് ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം ഞങ്ങൾ വാഗമൺ വഴിയാണ് പോകുന്നത്. കാരണം നമുക്ക് മറ്റേ റൂട്ട് പിടിക്കായിരുന്നു, വേറെ റൂട്ട് ഉണ്ടായിരുന്നു നമ്മൾ സ്ഥിരം വരുന്ന റൂട്ട്. പക്ഷെ അത് പോകാതെ വാഗമൺ വഴി ഈ കാഴ്ചകളും കൂടി കണ്ടുപോകാമെന്ന് കരുതിയാണ് ഈ വഴിയിലൂടെ വന്നത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.